സോ ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ കഥ പറച്ചിലിന്റെ 100ാമത്തെ ദിവസമാണ്. 100 ദിവസമാണെങ്കിലും അതിലധികം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പരസ്പരം അതിനെ വിലയിരുത്തിയിട്ടുണ്ട്. അതിലൂടെ ഒത്തിരി അറിവുകൾ നേടിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അനുഭവം. ഈ കഥ പറയാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു ആശയം ഐഡിയ തന്നത് ജോഷി സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സന്തോഷവും സ്നേഹമൊക്കെ ജോഷി സാറിന് മുന്നമേ അറിയിക്കുകയാണ്. സോ ഇന്നത്തെ ദിവസം കഥയുടെ തുടക്കക്കാരൻ എന്ന നിലയിൽ ജോഷി സാറിൽ നമുക്ക് കഥ കേൾക്കാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഓരോ ചെറിയ കഥകൾ പറയാം. സോ ജോഷി സാർ, യു ആർ വെൽക്കം. വളരെ പ്രൗഢമായ ഈ പ്ലാറ്റ്ഫോമിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 100 ദിവസങ്ങളും കഥയുമായി ഈ പ്ലാറ്റ്ഫോമിൽ പലര് എത്തി. അതൊരു വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് പ്രത്യേകമായ നന്ദി അർപ്പിക്കാം. ഇന്നത്തെ 1ാമത്തെ കഥ പറയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഈ 100ാമത്തെ ദിനവും കഥ പറയാൻ ലഭിച്ച ഈ വലിയ സൗഭാഗ്യത്തിന് ഞാൻ പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല അഭിപ്രായങ്ങളെ പറയുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇന്നത്തെ കഥയുടെ പേര് എൻ്റെ ആദ്യ യാത്ര. ഹരി കരുമാടി എഴുതിയ ചെറിയ കഥയാണ്. എവിടെയോ വെള്ളം വീഴുന്ന ശബ്ദം. മക്കളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. പരിചയമില്ലാത്ത വീട്. എപ്പോഴെങ്കിലും മകളും കുടുംബവും താമസിക്കുന്ന ഈ വിദൂര നഗരത്തിൽ എത്തണമെന്നത് വലിയ ഒരാഗ്രഹം ആയിരുന്നു. ഫ്ലൈറ്റിലായിരുന്നു യാത്ര. ആദ്യമായി അതും നടന്നു. എയർപോർട്ടും അവിടുന്ന് വാഹനത്തിലുള്ള യാത്രയും. വഴിക്കാഴ്ചകൾ കണ്ട് മക്കളുടെ വീടെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. മകളും മരുമകനും കോളേജിൽ പഠിക്കുന്ന കൊച്ചുമകനും ചേർന്ന് നന്നായി എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. 1 മാസമായി വീട് അടഞ്ഞു കിടക്കുന്നു. നിറയെ പൊടിയാണ്. എല്ലാവരും കൂടി വീട് തൂത്തു തുടയ്ക്കുന്ന തിരക്കായിരുന്നു ആദ്യം തന്നെ. നഗരജീവിതത്തിന്റെ ഓരോരോ കാഴ്ചകൾ. തുടക്കം ഇഷ്ടമായി. ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നു. നാട്ടിൽ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന വീട്ടുപണികൾ. മനുഷ്യൻ നന്നാകണമെങ്കിൽ നാട് വിട്ട് നഗരത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് വരണം. ഇവിടെ ആൺ പെൺ വ്യത്യാസങ്ങൾ മറന്ന് മനുഷ്യൻ ജീവിക്കുകയാണ്. നന്ദി മക്കളെ. ഞാനും അവരോടൊപ്പം ചേർന്നു. അച്ഛനൊരിടത്തിരുന്നാൽ മതി. ഇതൊക്കെ ഞങ്ങൾ എന്നും ചെയ്യുന്നതല്ലേ. മകൾ എന്നെ പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തി.
ടെലിവിഷൻ ഓൺ ചെയ്തു. വേണ്ട, എനിക്ക് നിങ്ങളെ കണ്ടാൽ മതി. ഈ വീടും പുതിയ നാടും. അങ്ങനെ പറഞ്ഞ് ഞാൻ വിലക്കി. മകൾക്കറിയാം എനിക്ക് ഇതിനോടൊന്നും വലിയ ഭ്രമം ഇല്ലെന്ന്. വല്ലപ്പോഴും വാർത്തകൾ കാണും. അതും പരസ്യങ്ങളുടെ ആവർത്തനമാകുമ്പോൾ കാഴ്ചകൾ വേണ്ടെന്ന് വയ്ക്കും. കൊച്ചുമകൻ ചായയുമായി വന്നു. അവന്റെ മുഖത്തെ സഹജമായ പുഞ്ചിരി ഒന്നുകൂടി തെളിഞ്ഞിട്ടുണ്ട്. അവന്റെ നെറ്റിയിൽ സ്നേഹത്തിന്റെ മുത്തം ചാർത്തി ഞാൻ ചായ വാങ്ങി. മക്കൾ അടുക്കളയിൽ ചില ഒരുക്കങ്ങൾ നടത്തുകയാണ്. അത്താഴവും കാലമായിരിക്കുന്നു. ഭക്ഷണം കഴിച്ചുറങ്ങുവാനായി പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതാണ് വീട്. നന്നായി ഉറങ്ങി തുടങ്ങിയതാണ് നിറഞ്ഞ സന്തോഷത്തോടെ. ഇതിനിടയിൽ എപ്പോഴോ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. വീടിനകത്തല്ല, പുറത്ത് എവിടെയോ നിന്നാണ് ശബ്ദം വരുന്നത്. രാത്രിയിലും പുറത്ത് വെളിച്ചമുണ്ട്. അത് മറ്റാരുടെയോ വീട്ടിൽ നിന്നും വരുന്നതാകാം. ഒന്നോടൊന്ന് ചേർന്നാണ് ഫ്ലാറ്റുകൾ. തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു ഇടഭിത്തിയുടെ ദൂരം മാത്രം. മക്കൾ ഉണരുമ്പോൾ നാളെ അവരോട് പറയാം, വെള്ളമല്ലേ, അത് പാഴാകാതിരിക്കട്ടെ. വീണ്ടും ഞാൻ ഉറങ്ങുവാൻ ശ്രമിച്ചു. വെള്ളം ഒലിച്ചു വീഴുന്ന ശബ്ദം എന്റെ തൊട്ടടുത്തെത്തിയതുപോലെ. ഞാൻ അസ്വസ്ഥതയോടെ ലൈറ്റിട്ട് മുറിയിൽ നടന്നു. വെളിച്ചം കണ്ട് മക്കൾ ഉണർന്നു അരികിലേക്ക് വന്നു. അച്ഛൻ ഇതെന്ത് പറ്റി, ഉറങ്ങിയില്ലേ? മകൾ ചോദ്യങ്ങളുമായി മുന്നേ. വീട് മാറിയത് കൊണ്ടാണോ? മരുമകൻ അങ്ങനെയും സംശയിച്ചു. എവിടെയോ വെള്ളം പോകുന്നു. മുകളിൽ നിന്നും താഴേക്ക് അത് നിലയ്ക്കാതെ വീഴുന്ന ശബ്ദം. എനിക്ക് ഉറക്കം വരുന്നില്ല. മക്കൾ ഉണർന്നു വന്നതിലുള്ള പ്രയാസത്തോടെ ഞാൻ പറഞ്ഞു, ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതാണ്. നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നാണ്. വീട് കൂട്ടിക്കിടക്കുന്നത് കൊണ്ട് അവർ വന്നിട്ടാകാം എന്ന് കരുതി. എന്തായാലും നാളെ നോക്കാം. അച്ഛൻ കിടന്നുറങ്ങി. അച്ഛൻ കിടന്നുറങ്ങ. മക്കൾ അവരുടെ മുറിയിലേക്ക് പോയി. ലൈറ്റ് അണച്ച് ഞാൻ പിന്നെയും ഉറങ്ങാതെ കിടന്നു. നമ്മളോട് ഒപ്പമുള്ള അച്ഛന്റെ ആദ്യ ദിവസം ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ വെള്ളമെങ്കിലും വരുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങൾ വെള്ളമേ ഉണ്ടാകില്ല. അപ്പോഴും അച്ഛന് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ? എന്താ നിന്റെ അച്ഛൻ ഇങ്ങനെ? മരുമകനും ചോദ്യങ്ങളുമായി ഉറങ്ങാതെ കിടക്കുകയാണ്. എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ ഇതാണോ മനസ്സിലാക്കിയത്? വെള്ളം പാഴായി പോകുന്നതിന്റെ വില എന്തെന്ന് അച്ഛൻ അറിയാം. വെള്ളമില്ലാതെ വന്നാൽ അതിന്റെ പ്രയാസങ്ങളും അച്ഛനറിയാം. എവിടുന്നായാലും അച്ഛൻ വെള്ളവുമായി വരൂ. അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോഴേ അത് കരുതുന്നത്. എന്നെക്കുറിച്ച് പറയാനുള്ളത്
അവർ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞു. സ്നേഹത്തോടെ പരസ്പരം കേട്ടു അവർ ഉറങ്ങി. നേരം പുലർച്ചെ ഞാൻ പുറത്ത് നിൽക്കുന്നത് കണ്ട് മരുമകൻ അത്ഭുതത്തോടെ ചോദിച്ചു, അച്ഛൻ ഇവിടെ ഉറങ്ങിയില്ലേ? എന്റെ മക്കൾ ജീവിക്കുന്ന ഈ നാട് ഉണരുന്നത് കാണാൻ ഞാൻ പുലർച്ചെ ഇറങ്ങി കാത്തിരുന്നു. പതിവ് ശീലങ്ങളും മുടക്കണ്ട. എന്റെ മറുപടി പ്രതീക്ഷിച്ചതുപോലെ അവൻ പറഞ്ഞു. ഞാനും വരാമായിരുന്നു, അച്ഛനിങ്ങനെ ഒറ്റയ്ക്ക്. ഞാനത് ഓർത്തില്ല. മക്കൾ ഉറങ്ങട്ടെ എന്ന് ഞാൻ കരുതി. അല്ല, എങ്ങോട്ടാ രാവിലെ ഒരുങ്ങി? അച്ഛാ, ഞാനൊരു പ്ലംബറെ വിളിക്കാൻ പോകും. നമുക്ക് ഇന്ന് അത് ശരിയാക്കണം. അവനത് പറഞ്ഞിട്ട് നിൽക്കാതെ നടന്നു തുടങ്ങി. അനന്തു, മോനെ നിൽക്കവിടെ. വളരെ അപൂർവമായി ഞാൻ മരുമകനെ പേര് വിളിക്കാറുള്ളൂ. അത് എപ്പോഴാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ലെങ്കിൽ മകനെ, മക്കളെ അങ്ങനെ വിളിക്കൂ. പെട്ടെന്ന് പേര് വിളിക്കാൻ എന്തു പറ്റിയെന്ന ഭാവത്തിൽ അവൻ തിരിഞ്ഞു നിന്നു. അതിനാണ് മോൻ പോകുന്നതെങ്കിൽ വേണ്ട, ഞാനത് ചെയ്തു. ചെറിയൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും വെള്ളം പാഴായി പോയില്ല. സംസാരം കേട്ടിട്ടാകാം മകളും അടുത്തേക്ക് വന്നിരുന്നു. ഇരുവരെയും ഞാൻ മാറി മാറി നോക്കി. വെള്ളത്തിൽ നനഞ്ഞുപോയ എന്റെ വസ്ത്രത്തിൽ മക്കളുടെ ചൂട്. കഥ അവസാനിച്ചു. കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനുള്ളതാണ്. കഥയ്ക്ക് പുറകിൽ എന്നെ കേട്ടതിന് പ്രത്യേകം നന്ദി. താങ്ക് യു. മനോജ് സാർ പറഞ്ഞു. മനോജ് സാർ കേൾക്കാമോ? പറഞ്ഞോളൂ. യെസ് സാർ. മ്യൂട്ടാണ്. ഇല്ല, ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? യെസ്. ഞാൻ ആദ്യമായിട്ടാണ് സാബു സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ കഥ പറയാനായിട്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. ഇന്നിതൊരു 100ാമത്തെ എപ്പിസോഡ് ആണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ വന്ന് കഥ പറഞ്ഞവർ എത്രയോ ആൾക്കാർ ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ. പ്രത്യേകിച്ചും ജോഷി സാറിനെ പോലുള്ളവരൊക്കെ വളരെ മനോഹരമായി കഥ പറയുന്ന, ഞാൻ കുറച്ച് കേൾക്കാറുണ്ട്, പക്ഷേ എങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ MT യുടെ ഒരു കഥ ഞാൻ വീട്ടിലുണ്ടായിരുന്ന പുസ്തകത്തിൽ നിന്നുള്ളത് ഞാൻ വായിക്കാം. ഈ കഥയുടെ പേര് ഒരു പിറന്നാളിൻ്റെ ഓർമ്മയെന്നാണ്. സാധാരണ MT യുടെ കഥകളിലൊക്കെ കാണാവുന്ന 4 കെട്ടിലെ കഥകളൊക്കെ പോലെ തന്നെ നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ കഥാ രീതിയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട്, കഥ പറച്ചിലൂടെ നമ്മളൊരു വലിയ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എല്ലാവരിലും MT സൃഷ്ടിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ കഥ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നാളെ എൻ്റെ പിറന്നാളാണ്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ കത്തിൽ നിന്നാണത് മനസ്സിലായത്. അവൾ എഴുതിയിരിക്കുന്നു, വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാൾ. രാവിലെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവൂ. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് നല്ലതാണ്. ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ ധാരയും പണപ്പായസവും കഴിക്കുന്നുണ്ട്. അവിടെ അടുത്ത അമ്പലമില്ലേ? ഉണ്ടെങ്കിൽ കുളിച്ച് തൊഴണം. എൻ്റെ നന്മയ്ക്ക് വേണ്ടതെല്ലാം എൻ്റെ ഭാര്യ ചെയ്തുകൊള്ളും. ആ ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. അവൾ വളരെ കാലമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവാൻ ഇടയുണ്ട്.
ദേവന്മാരുടെയും ദേവിമാരുടെയും കണ്ണിലുണ്ണിയായി വളർന്നവളാണ്. നാളെ എനിക്ക് ഒഴിവാണ്. പിറന്നാളാണെന്നുള്ള വസ്തുത പൂഴ്ത്തിവെക്കുകയാണ് ഭേദം. അറിഞ്ഞാൽ കൂട്ടുകാർ ഇരച്ചു കയറും. പാർട്ടി വേണമെന്ന് ശടിച്ചാൽ പേഴ്സ് കാലിയാകും. അവരിൽ പലരുടെയും പിറന്നാളുകൾക്ക് പാർട്ടിയും ഡിന്നറും കിട്ടിയിട്ടുണ്ട്. പിറന്നാളിൻ്റെ സാമീപ്യത്തിൽ പണ്ടെല്ലാം ആഹ്ലാദം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ഒരു നേർത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. ജീവിതത്തിൻ്റെ വസന്തകാലമെന്ന് കവികൾ പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ അവസാനം അടുത്തു തുടങ്ങി. നാളത്തെ പരിപാടികൾ ആലോചിച്ചു. കാലത്ത് 9 മണി വരെയുള്ള ഉറക്കത്തിന് മാറ്റമൊന്നുമില്ല. ഒഴിവു ദിവസങ്ങൾ അതാണ് പതിവ്. പിന്നെ ഒന്ന് കുളിക്കാം, അതാണല്ലോ എൻ്റെ ഭഗവതിയുടെ കൽപ്പന. പിന്നെ ആനന്ദഭവനിൽ നിന്നും വരുത്തിയ പൂരി മസാലയും കാപ്പിയും. എന്നിട്ട് 1 രൂപ മേശപ്പുറത്തിട്ടിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റിന് ഓർഡർ കൊടുക്കുമ്പോൾ രാജൻ ചോദിക്കും, എന്താടോ വലിയ ഉഷാർ, പെണ്ണുമ്പിള്ള പെറ്റോ? എന്നാൽ വ്യസനിക്കുകയല്ലേ ചെയ്യുള്ളൂ. രഹസ്യമായിരിക്കണമെന്ന മുഖവരിയോടുകൂടി പിറന്നാൾ കാര്യം പറയും. ഊണിന് കുറുമ സ്പെഷ്യൽ വരുത്താം. പിറന്നാൾ ദിവസം മാംസം തിന്നുവെന്ന് അവൾ അറിയാൻ പാടില്ല. വൈകുന്നേരം ഒരു സിനിമയും. തീർന്നു പരിപാടികൾ. മാസത്തിൻ്റെ ആദ്യത്തിലായിരുന്നുവെങ്കിൽ ഒരു ഫോട്ടോ കൂടി ബജറ്റിൽ ഒതുക്കാമായിരുന്നു. രാജൻ ഇനിയും വന്നിട്ടില്ല. അയാൾ നിത്യവും ഓഫീസ് വിട്ടാൽ ക്ലബിൽ പോകും. പിങ് പോങ് കളിച്ചില്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരില്ല. പൂജയിൽ നിന്നും തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു ഞാൻ വരാന്തയിലെ ചാരുകസേരയിൽ വന്ന് കിടന്നു. അയൽക്കാരൻ സേട്ടുവിൻ്റെ 5 വയസ്സുള്ള മകൻ എതിർവശത്തുള്ള മുറ്റത്തിരുന്ന് തീവണ്ടി ഓടിക്കുന്നു. പലതും ഓർത്തുപോയി. ഒരു കൊച്ചു കുഞ്ഞായിരുന്ന കാലം, കഴിഞ്ഞുപോയ പിറന്നാളുകൾ, അങ്ങനെ പലതും. 20-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആ പിറന്നാളിന് ചുറ്റുമായി വേദനയൂറുന്ന ഓർമ്മകൾ നിരവധിയുണ്ട്. മാത്രമല്ല, മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. അന്നു ഞാൻ ഒരു മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലണമെന്നുള്ള ആഗ്രഹം ശക്തിമത്തായിട്ടുണ്ട്. ഏതു വിധത്തിലും കൊന്നേ തീരൂ. ശാസ്ത്രീയമായ വിധത്തിൽ കൊല്ലാൻ 6 or 7 മാത്രം പ്രായം വരുന്ന എനിക്കറിയില്ല. അവസാനം കൊലപാതകത്തിൽ ഒരു പുതിയ സാങ്കേതിക മാർഗമാണ് അവലംബിച്ചത്: കുളിച്ചുള്ള പ്രാർത്ഥന. അതാരാണ് എനിക്ക് പഠിപ്പിച്ചതെന്ന് അറിഞ്ഞുകൂടാ. കാര്യം ഇതാണ്: നാട്ടിലെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലലിൽ പ്രസിദ്ധി നേടിയ ചിലരുണ്ട്. അയ്യപ്പനും ഭഗവതിയും ഒന്നും ഇതിൽപ്പെടില്ല. അവരിലും താഴെയുള്ള കൂട്ടരാണ്. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുവിൻ്റെ കഥ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കരളുരുകി പ്രാർത്ഥിച്ചു. എൻ്റെ ശത്രു എന്തുകൊണ്ടോ മരിച്ചില്ല. അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചത് പിറന്നാൾ ദിവസമാണ്. ഇപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, പിറന്നാൾ ഒരു പ്രധാന ദിവസമാണെന്ന് അറിയാമായിരുന്നു. ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ അത് മുതിർന്ന ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമാണെന്നായിരുന്നു ധാരണ. ഞങ്ങളുടെ സ്കൂളിൽ കൊല്ലത്തിൽ ഒരു ദിവസം അവിലും ശർക്കര വെള്ളവും എല്ലാവർക്കും കിട്ടാറുണ്ട്. അത് മാനേജരുടെ പിറന്നാളാണത്രേ. മാനേജരുടെ വീട്ടിൽ ഉച്ചയ്ക്ക് അടപ്രഥമനും വലിയ പപ്പടവും ശർക്കരയും പേരിയുള്ള സദ്യയാണ്. ഞങ്ങളുടെ മാസ്റ്റർക്ക് അന്ന് ഉച്ചയ്ക്ക് മാനേജരുടെ വീട്ടിലാണ് ഊണ്. നമ്പിടി മാസ്റ്റർ മാത്രം പോവില്ല. നമ്പിടി മാഷ് മാനേജരെക്കാൾ മുന്തിയ ജാതിയാണത്രേ. അപ്പോൾ ചോറുണ്ണാൻ പാടില്ലല്ലോ. ഓണത്തേക്കാൾ വലുതാണോ പിറന്നാൾ എന്നുകൂടി തോന്നി. എൻ്റെ വീട്ടിൽ ഓണത്തിന് സദ്യ ഉണ്ടാവും, പക്ഷേ പ്രഥമനുണ്ടാവില്ല. മാനേജർക്ക് വയസ്സായിരിക്കുന്നു, തല നരച്ചിട്ടുണ്ട്. എൻ്റെ വല്യമ്മാവിൻ്റെയും തല നരച്ചിട്ടുണ്ട്. പക്ഷേ വല്യമ്മാവിന് മുത്തശ്ശിയോളം വയസ്സില്ല. മുത്തശ്ശിയുടെ മകനല്ലേ വല്യമ്മാവൻ. വല്യമ്മാവൻ്റെ പിറന്നാളും പൊടിപൊടിക്കും. അന്ന് ഉച്ചയ്ക്ക് ഒരുപാട് ആളുകൾ ഉണ്ണാൻ വരും. ഉമ്മറത്തും തെക്കിനിയിലുമെല്ലാം വരിവരിയായി ഇലയിടും. വീട്ടിൽ സദ്യ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾ. ദാമോദരനെ കൂട്ടിയാൽ ഞങ്ങൾ 5 ആളുണ്ട്. ദാമോദരന് വേനപ്പൂട്ടിന് മാത്രമേ ദാമോദരൻ വീട്ടിലുണ്ടാവൂ. അവന് ഞങ്ങളെക്കാളും ശക്തിയുണ്ട്. വഞ്ചിപ്പോത്തനെന്നാണ് ഞാനും അപ്പവും അവനെ സ്വകാര്യമായി വിളിക്കുക. പുറത്തു പറയാൻ പാടില്ല. വല്യമ്മാവൻ്റെ മകനല്ലേ. ഗോട്ടി കളിക്കുമ്പോൾ അവൻ 2-ാം കുഴിക്കടിച്ചാൽ നോക്കണ്ട, വിരൽ കുലുങ്ങും. ഞങ്ങളൊക്കെ പുന്നക്കായ കൊണ്ടാണ് ഗോട്ടി കളിക്കുക. ദാമോദരന് കല്ലുകോട്ടിയാണ്. അതുകൊണ്ട് അടികൊണ്ടാൽ വേദന 3-4 ദിവസം നിലനിൽക്കും. വല്യമ്മാവിൻ്റെ പിറന്നാൾ ദിവസം ഞങ്ങൾക്ക് ഊണ് കിട്ടുന്നത് ഉച്ചതിരിയുമ്പോഴാവും. ക്ഷണിച്ചു വരുത്തിയവരെ എല്ലാം കഴിയണം. ദാമോദരന് മാത്രം അമ്മാവൻ്റെ കൂടെ ഇരുന്ന് ഉണ്ണാം. സാധാരണ ദിവസങ്ങളിലും ദാമോദരന് വല്യമ്മാവൻ്റെ കൂടെയാണ് ഊണ്. വടക്കിനിയിൽ കൂറ്റൻ പലകയും നെടുനീളൻ നാക്കിലയും വെച്ചാൽ ഞങ്ങൾ ആ പരിസരം പൊയ്ക്കോളണം.
പോയിട്ടില്ലെങ്കിൽ കേൾക്കാം. ഈ പൊട്ടിത്തെറിച്ച വക ഒരു കാര്യത്തിന് സമ്മതിക്കില്ല. എന്ത് മാമാങ്കം കാണാനാടാ ഇവിടെ നിൽക്കുന്നത്? ഇത് വല്യമ്മാൻ്റെ അമ്മായിയാണ് ചോദിക്കുന്നത്. പൊട്ടിത്തെറിച്ച വക ഞങ്ങൾ 4 പേരുമാണ്. ഞാൻ, ഗോപി, അപ്പു, കുഞ്ഞിമാളു. ദാമോദരൻ പൊട്ടിത്തെറിച്ച വകയിൽ പെടില്ല. അവനെ അമ്മായി രാഗത്തിൽ വിളിക്കും രാമോദര എന്ന്. അമ്മയോ ചെറിയമ്മയോ പറയും, നിങ്ങൾ പോയിരുന്ന് കളിച്ചോളിൻ, ആയാൽ വിളിക്കാം. അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പൊട്ടിത്തെറിച്ച വകയും പിശാചുക്കളുമല്ല. വെറുതെ ഞങ്ങളെ ശകാരിക്കാറില്ല. ഒന്ന് വിട്ടുപോയി, തോട്ടം മുടിയാൻ കാലത്ത് കുലച്ച മുച്ചീർപ്പൻ എന്ന ബഹുമതിയും അമ്മായി ഞങ്ങൾക്ക് തന്നതാണ്. പലപ്പോഴും വിചാരിക്കും, അമ്മയ്ക്ക് അമ്മായിയെ പിടിച്ച് 4 കൊടുത്താലെന്താ? എന്തോ അമ്മയ്ക്ക് അമ്മായിയെ ഭയമാണ്, ചെറിയമ്മയ്ക്കും. വല്യമ്മാവൻ്റെ അമ്മായി ആയതുകൊണ്ടാകാം. വല്യമ്മാവൻ ഉമ്മറത്തിരിക്കുമ്പോൾ ആ വഴി കുളിച്ചു പോകാൻ കൂടി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഭയമാണ്. പക്ഷേ അമ്മായി പത്തായപ്പുരയിലാവുമ്പോൾ അമ്മയും ചെറിയമ്മയും അവരെ പറ്റി കുശുകുശിക്കുന്നത് കേൾക്കാം. അമ്മായിയുടെ കഴുത്തിൽ ഏലസ് കോർത്തിട്ട സ്വർണ്ണ നൂല് 4 പവൻ്റെ ആണത്രേ. കാപ്പ് ഉടച്ചു പണിയാൻ കൊടുത്തിരിക്കുന്നു. പുതിയ പറമ്പ് വാങ്ങാൻ പോകുന്നു. അങ്ങനെ പോകുന്നുവല്ല. അമ്മയ്ക്ക് സ്വർണ്ണനൂലും സ്വർണ്ണക്കാപ്പുമില്ല. ചെറിയമ്മയ്ക്ക് തോടയും രൂപം കൊത്തിയ വളയുമുണ്ട്. അപ്പുവിൻ്റെ അച്ഛന് അങ്ങാടിക്കച്ചവടം കൊണ്ട് ധാരാളം കാശ് കിട്ടുമത്രേ. എൻ്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് സ്വർണ്ണ നൂലില്ലാത്തത്. വല്യമ്മാവനും ദാമോദരനും ഉണ്ണുന്നത് ഞങ്ങൾ കുത്തഴിയിലൂടെ പാളി നോക്കും. കാച്ചിയ പപ്പടവും അരച്ചു കലക്കിയ കൊണ്ടാട്ടവും ഇലയിൽ കാണാം. പയറ്റ് കൊണ്ടാട്ടം എനിക്ക് വലിയ ഇഷ്ടമാണ്. ദാമോദരൻ കൊണ്ടാട്ടം കുറുമുറെ കടിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം നിറയും. പാളി നോക്കുന്നത് അമ്മായി കാണാനും പാടില്ല. ഞങ്ങൾ 4 പേരും ഉറുണ്യന്മാവിൻ്റെ ചുവട്ടിലേക്ക് നടക്കും. വല്യമ്മാവനേക്കാളും ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആർജിച്ചിരുന്നത് ഉറുണ്യന്മാവാണ്. ആ കൂറ്റന്മാവിൻ്റെ ചുവട്ടിലെ പുല്ലാനിപ്പടവുകൾ ഞങ്ങൾ വെട്ടിനീക്കി ചവറെല്ലാം അടിച്ചു വൃത്തിയാക്കി ഒഴിവുകാലത്ത് പകൽ മുഴുവൻ അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കും. ഉറുണ്യന്മാവിന് ആ പേര് വരാൻ കാരണം മാങ്ങയുടെ ചെറുപ്പമാണ്. ഒരു ചെറുനാരങ്ങയോളമേ വലിപ്പമുള്ളൂ, എങ്കിലും എന്തൊരു സ്വാദാ. ചുറ്റുപാടും ഉച്ചവയിൽ കത്തിയേരിയാവും. ഞങ്ങൾ 4 പേരുണ്ടാവുമ്പോൾ യാതൊരു വഴക്കുമില്ല. വടക്കേതിലെ കുട്ടികൾ വന്നാൽ വഴക്കു തന്നെ. അവരുടെ ആക്രമണത്തെ ഞങ്ങൾ സംഘടിതമായി ചെറുത്തു നിൽക്കും. അങ്ങാടിക്കൊട്ടൻ കയറുന്നതും കാറ്റ് വരുന്നതും കാത്തിരിക്കുമ്പോൾ മനസ്സ് വീട്ടിലെ വടക്കനയിലാവും. ആവി പറക്കുന്ന ചോറ്, കൊണ്ടാട്ടം, നടുമുറിച്ചു കാച്ചിയ പപ്പടം. നമുക്കും വലിയമ്മാവിൻ്റെ മകനാവാറുന്നു. അപ്പുവിൻ്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചതാണ്. ദാമോദരൻ നീട്ടിവലിച്ചു തേട്ടിക്കൊണ്ട് വയറും തിരുമ്മി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ കൂട്ടാൻ്റെ സുഖകരമായ മണം മൂക്കിൽ കയറും. അത് കായത്തിൻ്റെ മണമാണോ കൊണ്ടാട്ടത്തിൻ്റെ സ്വാദിനെപ്പറ്റി ചോദിച്ചറിയണമെന്നുണ്ട്, പക്ഷേ ചോദിക്കില്ല. ചിലപ്പോൾ ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടം തിന്നാതെ സൂക്ഷിച്ചിരിക്കും. ഞങ്ങളുടെ മുൻപിൽ നിന്ന് തിന്നാനാണ് അവന് രസം. ഒരു കഷ്ണം കിട്ടിയാൽ നന്നായിരുന്നു. അപ്പുവും ഗോപിയും കുഞ്ഞുമാളും ഉള്ളപ്പോൾ ചോദിക്കാൻ ഒരു മടി. ഒരിക്കൽ ഞാൻ പതുക്കെ ചോദിച്ചു, ഒന്ന് എനിക്ക് തരുവോ? അവൻ തൊള്ള പൊളിച്ച് ഗോഷ്ഠി കാണിച്ചുകൊണ്ട് ചോദിച്ചു, അത്ര പൂതിയുണ്ടോ? എൻ്റെ അഭിമാനം കീറി മുറിഞ്ഞു. മാങ്ങ കിട്ടിയാൽ അവനെ കൊതി പിടിപ്പിച്ചുകൊണ്ട് തിന്നാനാണ്, ഒരു കഷ്ണവും കൊടുക്കാതെ തിന്നാനാണ് അതിന് ഞാൻ പകരം വീട്ടിയിരുന്നത്. ദാമോദരൻ കൊതിയനാണ്. പക്ഷേ അമ്മായിയുടെ അഭിപ്രായത്തിൽ ഞാനാണ് ഏറ്റവും വലിയ കൊതിയൻ. അവരുടെ ദാമോദരന് വയറിളക്കം പിടച്ചത് എൻ്റെ കൊതി കൊണ്ടാണത്രേ. കുറേ നേരം കാത്തിരിക്കുമ്പോൾ അമ്മയുടെ വിളി കേൾക്കാം, കുഞ്ഞികൃഷ്ണ ദാ വന്നോളി. ഞങ്ങൾക്ക് നടപ്പുരയിൽ തന്നെ വിളമ്പി വെച്ചിട്ടുണ്ടാവും. ചോറല്ല, വരിയായി ഓട്ടുകിണ്ണങ്ങളിൽ കഞ്ഞിയും മഞ്ഞ നിറത്തിലുള്ള കൂട്ടാനും ഇരിപ്പുണ്ടാവും. എനിക്കത് കാണുമ്പോൾ ഒരു അമർഷമാണ് തോന്നുക. ആരോടെന്ന് അറിയില്ല. ലോകത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് ഞാനത് അകത്താക്കും. അപ്പുവിനൊരു സൂത്രമുണ്ട്. അവൻ കിണ്ണം ചുണ്ടോടടുപ്പിച്ച് ഒറ്റ വലിക്ക് അകത്താക്കും. താഴെ വെക്കുമ്പോൾ കായലിൽ തുരുത്തുപോലെ വറ്റ് പൊങ്ങിക്കാണും. കഞ്ഞിയുടെ സമയത്ത് വെറുതെ ഞാൻ അമ്മയുമായി വഴക്കൂടും. അമ്മ നിസ്സഹായാണെന്ന് എനിക്കറിയാം. എന്നാലും കഞ്ഞി കുടിക്കാൻ വയ്യ, അതിലൊരു താഴ്ചയുണ്ട്. ചെറുമൻ ചാത്തൻ്റെ ചാളയിലും മുറ്റമടിക്കുന്ന മാണിയുടെ വീട്ടിലും പുരയിലും കഞ്ഞിയാണ്. അവർക്ക് നെല്ലില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ
വീട്ടിൽ പത്തായങ്ങളിൽ നിറയെ നെല്ലുണ്ട്. അമ്മാവനും ദാമോദരനും ചോറ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം എന്തിനു കഞ്ഞി തരുന്നു? വല്യമ്മാവനോട് ഞങ്ങൾ ഇത്ര പകയുണ്ടാൻ കാരണമെന്തെന്ന് അറിയില്ല. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ദാമോദരന് കൊടുക്കുന്നത് പോലെ കവറിട്ട പന്തും പാവുമുണ്ടും തരണ്ട. ചീത്ത പറയാതിരുന്നുകൂടെ? എപ്പോഴും ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താടോ ചേതന്മാർ കിടന്ന് വറക്കുന്നത് എന്നാണ് ചോദ്യം. ഞങ്ങൾ വായിൽ തീക്കട്ടയും ഇട്ട് പാതിരായ്ക്ക് നടക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ചെകുത്താന്മാരാവുന്നത്? അകത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മതി, പിന്നെ അലർച്ചയാണ്. മിണ്ടാതിരുന്നോളും, ചവിട്ടി ഞാൻ കൊല്ലും. ഞങ്ങൾ വിറച്ചു പോകും. വീട്ടിലുള്ളവരോട് മുഴുവൻ അമ്മാവന് വെറുപ്പാണ്. ഈ തറവാട് പൊളിക്കാൻ 2 കരിമ്പ്രങ്ങളുണ്ട്. കരിമ്പ്രമ്മ എന്താണെന്ന് ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ. കുറേ പ്രാവശ്യം കേട്ടപ്പോൾ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും കൊടുത്ത പേരാണെന്ന് മനസ്സിലായി. മുത്തശ്ശിയെ കൂടി വലിയമ്മാവന് പേടിയില്ല. എൻ്റെ അമ്മ എന്നെ അടിക്കാറുണ്ട്. അതുപോലെ മുത്തശ്ശിക്ക് അമ്മാവനെ തച്ചാൽ എന്താ? ഒരിക്കൽ ഗോപിയെ നടുമുറ്റത്തെ തൂണിൽ പിടിച്ചു കെട്ടി ഒരു പുലിവാറൽ മുറിയുന്നത് വരെ അമ്മാവൻ അടിച്ചു. അത് കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ നീ ഇങ്ങനെ നിരാശനാവരുത്, ബാലശാപം കാലു പിടിച്ചാൽ പോവില്ല. അത് കേട്ടപ്പോൾ വലിയമ്മാവൻ പറയുന്ന, തള്ളേ നിങ്ങളുടെ പാട്ടിരുന്നോളിൽ. പിന്നെ മുത്തശ്ശിയൊന്നും മിണ്ടിയില്ല. വലിയവരുടെ പിറന്നാളിന് മാത്രമേ സദ്യ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. സ്കൂൾ മാനേജരും വലിയമ്മാവനും വയസ്സായവരല്ലേ. വയസ്സായാൽ എൻ്റെ പിറന്നാളും കേമമായി നടത്തണം. നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിക്കണം. എൻ്റെ പിറന്നാൾ ഒരു സാധാരണ ദിവസം പോലെയാണ്. രാവിലെ കുളിക്കുമെന്നാണ് ഒരു പ്രത്യേകത. അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. അമ്മയുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ്. വലിയവരുടെ മാത്രമല്ല, കുട്ടികളുടെ പിറന്നാളിലും സദ്യ ഉണ്ടാവുമെന്ന് ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിലെ മണിയാണ്. മണിയുടെ പിറന്നാളിന് സദ്യ ഉണ്ടാവും അത്രേ. അവൻ്റെ മാത്രമല്ല, അനുജത്തിയുടെയും. എന്തോ എനിക്ക് വിശ്വാസം വന്നില്ല. അവൻ നുണയെ പറയാറുള്ളൂ. അവൻ്റെ വീട്ടിലെ പാമ്പിൻകാവിൽ 3 ചെപ്പുകൂടം നിറച്ച് പൊന്നും കുഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ വീരനല്ലേ. പക്ഷേ പിറന്നാളിൻ്റെ കാര്യം മാണി പറഞ്ഞത് വാസ്തവവുമായിരുന്നു. മുത്തശ്ശിക്ക് നാട്ടിലുള്ളവരുടെ മുഴുവൻ പിറന്നാളും ശ്രാദ്ധവും അറിയാം. മുത്തശ്ശി നാളൊക്കെ വെച്ചത്രയാണ് എല്ലാം കണക്കാക്കുന്നത്. കണക്ക് കൂട്ടി നോക്കി നേരത്തെ മുത്തശ്ശി പറഞ്ഞു തന്നു, വരണ ബുധനാഴ്ചയാടാ നിന്റെ പിറന്നാൾ. അതിനിപ്പോൾ 6ഉം 64. ഞാൻ മനസ്സിൽ പിറുവിറുത്തു. മുത്തശ്ശി കണ്ടോളൂ, ഞാൻ അമ്മയുടെ അടുത്ത് നിവേദനം സമർപ്പിച്ചു. എൻ്റെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കണം. നിനക്ക് പ്രാന്താടാ. അമ്മ ഇത്ര നിസ്സാരമാക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് കരച്ചിൽ വന്നു. ദാമോദരൻ്റെ പിറന്നാളിന് ആനപ്പിണ്ടിട്ടു എന്ന് കണ്ടിട്ട് മുയിൽ മുക്കോ? ദാമോദരൻ വലിയമ്മാവൻ്റെ മകനാടേ. എനിക്കതൊന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് എൻ്റെ വേദന കുറെ മനസ്സിലാവുന്നുണ്ട്. അത് ശരിയാണ്. അമ്മാവനാണ് വീട്ടു ചെലവിന് നെല്ലളന്നു കൊടുക്കുക. പത്തായങ്ങളുടെ എല്ലാം താക്കോൽ അമ്മാവൻ്റെ കയ്യിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ പത്തായപ്പുരയുടെ താഴത്തുള്ള ആ വലിയ പത്തായം തുറക്കും. എന്നിട്ട് 4 പുരയിലേക്ക് ഒരു വിളി, ആരാ അകത്തുള്ളത്? അമ്മ ഉടനെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ അമ്മാവൻ്റെ ശബ്ദം കുറച്ചുകൂടി ഉയരും, ഈ ഒറ്റൊന്നിനും ചെവി കൂട്ടുകയിട്. അപ്പോഴേക്കും അമ്മ കൊട്ടയം എടുത്ത് വന്നിട്ടുണ്ടാവും. അമ്മാവൻ 3 വടിപ്പൻ നെല്ലളന്നു കൊടുക്കും. ഒരാഴ്ചത്തെ ചെലവിനാണത്. അത് മതിയാകുന്നില്ലെന്ന് മുത്തശ്ശി ശുപാർശ ചെയ്തപ്പോൾ അമ്മാവൻ അലറി, ഇവിടെ പന്തീരായില്ലേ വിളയണത്? ആരാന്റെ നെഞ്ചിന് 2 കുഞ്ഞാണ്ടേ കഴിയാൻ പ്രാർത്ഥിച്ചോളി. അപ്പോൾ എൻ്റെ പിറന്നാളിന് സദ്യ വേണമെങ്കിൽ അമ്മാവൻ കൂടുതൽ നെല്ലളന്ന് തരണം. അമ്മാവന് തന്നാലെന്താ, പത്തായത്തിൽ ധാരാളം കിടപ്പില്ലേ? ചോദിക്കാൻ എനിക്കും വയ്യ. തച്ചാലോ എന്ന ഭയമാണ് കാരണം. അമ്മ ചോദിച്ചാൽ നന്നായിരുന്നു. സന്ധ്യയ്ക്ക് കുളിച്ചു പോരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ചോദിച്ചുകൂടെ? എന്താടാ? ഞാനൊന്നും മിണ്ടിയില്ല. എന്തു ചോദിക്കാനാണ്? അമ്മയോട് അരി ചോദിക്കണ്ടേ, നെല്ല് ചോദിക്കണ്ടേ? നിനക്കെന്താ പ്രാന്താണോ? എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറഞ്ഞാലും എനിക്ക് പ്രാന്താണ്. അമ്മ എൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ കണ്ണുകൾ കവിഞ്ഞൊഴുകി. എടാ, അതിന് മണ്ടേല് വര വേണം. അമ്മ ഈറൻ തോർത്തുകൊണ്ട് കണ്ണുകൾ തുടച്ചു. അവനെയാണ് പുലിവാറൽ കൊണ്ട് 4 ചാർത്തേണ്ടത്. എൻ്റെയും അമ്മയുടെയും മണ്ടയിൽ തെറ്റായ വരകൾ വരച്ചവന്. 2 രാത്രിയും 1 പകലും കടന്നുപോയി. മനസ്സ് നിറച്ചും വേദനയായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. എന്തു ചെയ്യാം, ഞാനങ്ങനെ മോശക്കാരനുമായി. ബുധനാഴ്ചയും പുലർന്നു. എൻ്റെ പിറന്നാളാണിന്ന്. എനിക്കൊരു ഉത്സാഹവും തോന്നിയില്ല. എൻ്റെ പിറന്നാളാണെന്ന കഥ ദാമോദരൻ അറിയരുതേ. അന്ന് നെല്ലളന്നു കൊടുക്കുന്ന ദിവസമാണ്. രാവിലെ പെട്ടിപ്പത്തായം തുറന്നു. അമ്മാവൻ അകത്തു വിളിച്ചു, ആരാ അവിടെ?
അമ്മ കുട്ടയുമെടുത്ത് പത്തായപ്പുരയിലേക്ക് ചെന്നു. ഉമ്മറത്തെ പടിഞ്ഞാറേ അറ്റത്ത് ചിതൽ പിടിഞ്ഞു നിൽക്കുന്ന തൂണും ചാരി ഞാൻ ഇരിക്കുകയാണ്. കിളിവാതിലൂടെ നോക്കുമ്പോൾ അമ്മാവൻ നെല്ലളക്കുന്നത് കാണാം. 3 വടിപ്പൻ അളന്നതിന് ശേഷം അമ്മാവൻ പത്തായം അടയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു, ഇന്ന് കുഞ്ഞികൃഷ്ണന്റെ പിറന്നാളാ. എൻ്റെ ഹൃദയം തുടിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ എൻ്റെ അമ്മ, എത്ര നല്ല അമ്മയാണ് ഞാൻ വിചാരിച്ചു. അതിന് അനക്കോവിൽ അരക്കൂട്ട് പായസം കൂട്ടി നേർന്നിട്ടുണ്ട്, നല്ലിടങ്ങഴി കൂടി നെല്ല് വേണം. ഇടിവെട്ടുന്ന സ്വരത്തിൽ അമ്മാവൻ പറഞ്ഞു, ആരെയാ പറഞ്ഞത് നേരാൻ? നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്നോർ കഴിച്ചോളിൻ. ഓന് ദണ്ണം പിടിച്ചപ്പോൾ നേർന്നതാണ്. ഓൻ്റെ തന്തയോട് പറ, കാക്കാശിന് അയാളെ കൊണ്ട് ഉപകാരമുണ്ടോ? നിന്റെ ഇഷ്ടത്തിന് നടത്തിയതല്ലേ. എന്നേടി ഇവിടെ പെണ്ണുങ്ങളുടെ കാര്യം? എന്നാണ് ഇവിടെ പെണ്ണുങ്ങൾ കാര്യം പറയാൻ തുടങ്ങിയത്? ഓപ്പോളോടല്ലാതെ പിന്നെ ആരോടാ പറയുക? ഓപ്പോടെ കുട്ടിയാച്ചാൽ. ഒരുപ്പെട്ടോളെ, ഞാൻ നിന്നെ. പിന്നെ ഒരടി പൊട്ടുന്ന ശബ്ദം കേട്ടു. കിളിവാതിലൂടെ നോക്കുമ്പോൾ അമ്മ പത്തായത്തിൻ്റെ മുകളിലേക്ക് കമിഴ്ന്നു വീണു. എൻ്റെ അമ്മേ! ഞാൻ അറിയാതെ നിലവിളിച്ചുപോയി. അകത്തുള്ളവരെല്ലാം ഉമ്മറവാതിൽ വന്നു പത്തായപ്പുരയിലേക്കൊന്ന് നോക്കി തിരിച്ചുപോയി. മുത്തശ്ശി മാത്രം രണ്ടു വട്ടം ഉച്ചത്തിൽ ജപിച്ചു, നാരായണ നാരായണ. കുറച്ചു കഴിഞ്ഞപ്പോൾ നെല്ലുകുട്ടയും എടുത്ത് അമ്മ പത്തായപ്പുരയുടെ പടികളിറങ്ങി വന്നു. അപ്പോൾ കവിൾത്തടങ്ങളിലൂടെ നീർ ഒഴുകിയിരുന്നു. ഇടത്തെ പുരികത്ത്. അതിൽ പിന്നെ 20 പിറന്നാളുകൾ കടന്നുപോയി. ഇന്ന് അമ്മയുമില്ല, അമ്മാവനുമില്ല, മുത്തച്ഛിയുമില്ല. ഇരുട്ട് നുഴഞ്ഞു കയറുന്ന അന്തരീക്ഷത്തിലേക്ക് കണ്ണ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തുപോകുന്നു, നാളെ എൻ്റെ പിറന്നാളാണ്. ഇങ്ങനെയാണ് ഈ കഥ, MTയുടെ കഥ അവസാനിക്കുന്നത്. എന്നെ കിട്ടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഒരു 2 മിനിറ്റ് കഥ ഞാൻ പറയാതിന് ശേഷം സ്നേഹത മാം പറഞ്ഞു. എൻ്റെ കഥയുടെ പേര് അർത്ഥം മാറി എന്നാണ്. സ്വല്പം പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ച്. അന്ന് വിൻഡോസ് എന്നത് ഒരു മുറിയിലേക്ക് വായുവും വെളിച്ചവും കയറാനും ഇറങ്ങാനുമുള്ള ഒരു ചതുരദ്വാരം മാത്രമായിരുന്നു. ഇന്ന് അതിന് മറ്റ് കാര്യങ്ങളാണ് അർത്ഥമാക്കുന്നത്. അന്ന് ആപ്ലിക്കേഷൻ എന്നാൽ ഒരു കടലാസിൽ എഴുതിയ എഴുത്തായിരുന്നു. അന്ന് കീബോർഡിന് പിയാനോയുടെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് കാണുന്നത്. അന്ന് മൗസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ജീവനുള്ള ഒരു ജീവിയായിരുന്നു. അന്ന് ഫയൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് ഉപകരണമായിരുന്നു. അന്ന് ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒട്ടും സുഖകരമല്ലാത്ത ഒരു റോഡ് യാത്രയായിരുന്നു. അന്ന് കട്ട് ചെയ്യാൻ കത്തിയും പേസ്റ്റ് ചെയ്യാൻ പശയുമാണ് ഉപയോഗിച്ചത്. വെബ് എന്നാൽ നമ്മുടെ വീടുകളിലെ എട്ടുകാലിയുടെ താമസ സ്ഥലമായിരുന്നു. വൈറസ് എന്നത് ഒരു പകർച്ചവ്യാധിയായിരുന്നു. അന്ന് ആപ്പിളും ബ്ലാക്ക്ബെറിയും എല്ലാം വെറും പഴങ്ങളായിരുന്നു. അക്കാലത്ത് കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മൾ ധാരാളം സമയം ചെലവഴിച്ചിരുന്നു, സന്തോഷം പങ്കിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാത്തിൻ്റെയും അർത്ഥം മാറി. ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാതായി. താങ്ക് യു. സ്നേഹമാണ്. അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ആയില്ലല്ലോ. കേക്കാവോ സാർ? കേൾക്കാം. ഓക്കെ, കേൾക്കാം. നമ്മുടെ കഥയിലുമുണ്ട് കാര്യത്തില് 100ാം വാർഷികത്തില് കഥ പറയാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ ഇതിനു മുമ്പ് ഞാൻ 1-2 കൊച്ചു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു അനുഭവ കഥയാണ്. മലയാള മനോരമയില് വന്നതാണ്. അത്
എൻ്റെ പേര് 1925 എ ലവ് സ്റ്റോറി, ട്രൂ ലവ് സ്റ്റോറിയാണ്. പറയാണ് സാറേ, കേൾക്കാമല്ലോ? കേൾക്കാമോ സാർ? കേൾക്കാം സ്നേഹിത മാഡം, പറഞ്ഞോളൂ, ആ. കേൾക്കാം. ഒന്നായി കിടന്നിരുന്ന വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും രണ്ടായി മുറിച്ചത് 1341 പ്രളയമാണ്. കിഴക്കൻ മലവെള്ളം കടലിലേക്ക് ഒഴുകിയപ്പോൾ അതൊരു അഴിമുഖമായി. പുരാതനമായ കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായി. കൊച്ചിയിൽ പുതുതായി തുറന്ന ആഴം കുറഞ്ഞ അഴിയിലൂടെ പത്തേമാരികൾ വന്നു. അകലെ കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലിലേക്ക് പത്തേമാരികൾ ചരക്കെത്തിക്കും. വൈപ്പിന്റെയും ഫോർട്ട് കൊച്ചിയുടെയും കരയുടെ അത്ര നീളത്തിൽ 5 കിലോമീറ്റർ വീതിയിൽ ഇന്നും ഒരു മൺചിറയുണ്ട്. കല്ലിനോളം കടുപ്പമുള്ള ആ മൺചിറ കുറുകെ കീറി ചാലുണ്ടാക്കി അതിലൂടെ കപ്പലെത്തിക്കാനുള്ള ശ്രമകരമായ ജോലിക്ക് എത്തിയ റോബർട്ട് ബ്രിസ്റ്റോ എന്ന പോർട്ട് എഞ്ചിനീയറുടെ 20 വർഷത്തെ ജീവചരിത്രമാണ് കൊച്ചി തുറമുഖം. അന്ന് വൈസ്രോയി ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭു കപ്പലുകൾക്ക് വന്ന് ചരക്കിറക്കി പോകാവുന്ന വലിയ തുറമുഖമായി കൊച്ചിയെ വികസിപ്പിക്കണമെന്ന് ബ്രിസ്റ്റോയോട് പറഞ്ഞു. അതിന് ലണ്ടനിൽ പരസ്യം കൊടുത്തു. അങ്ങനെയാണ് ബ്രിസ്റ്റോ ഇവിടെ എത്തുന്നത്. 1920 മുതൽ 25 വരെയുള്ള കാലം ബ്രിസ്റ്റോയ്ക്ക് തടസ്സങ്ങളുടെ കാലമായിരുന്നു. പ്രകൃതിയും മനുഷ്യരും ഒരുക്കിയ കുരുക്കുകളിൽ ബ്രിസ്റ്റോയുടെ മനം മടുത്തു. സർവത്ര തടസ്സങ്ങൾ. ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് പലവട്ടം ചിന്തിച്ചു. വിഭ്രാന്തിയുടെ വക്കോളം എത്തിയ മാനസിക സംഘർഷങ്ങൾ. വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടിയ ജെർട്രൂഡ് എന്ന സുന്ദരി, മിടുക്കിയെന്ന് ലേഡി വെല്ലിംഗ്ടൺ വിശേഷിപ്പിച്ച ജെർട്രൂഡ്. തനിച്ചെന്ന് തോന്നിയപ്പോഴെല്ലാം ജെർട്രൂഡ് ബ്രിസ്റ്റോയ്ക്ക് സ്നേഹത്തിന്റെ കരുതൽ നൽകി. ജെർട്രൂഡിനെ 1925 ബ്രിസ്റ്റോ വിവാഹം കഴിച്ചു. ബ്രിസ്റ്റോ ജനിച്ചത് ഒരു ഡിസംബർ 13 കൊച്ചിയിൽ വന്നത് 1920 ഏപ്രിൽ 13 തിരികെ പോയത് 1941 മാർച്ച് 13 നികത്തിയെടുത്ത വെല്ലിംഗ്ടൺ ഐലൻഡിൽ പണി കഴിപ്പിച്ച മലബാർ ഹോട്ടലിൽ 13 ബ്രിസ്റ്റോയുടെ ഇഷ്ടമുറി. 1936 ഓഗസ്റ്റ് 1 രാജ്യത്തെ 5ാമത്തെ മേജർ തുറമുഖമായി കൊച്ചിയെ പ്രഖ്യാപിച്ചു. 1941 മാർച്ച് 13 സർവീസിൽ നിന്ന് വിരമിച്ച് ബ്രിസ്റ്റോ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ബ്രിസ്റ്റോയ്ക്ക് കൊച്ചിയിൽ ഒരു സ്മാരകമില്ല. ബ്രിസ്റ്റോയാണ് ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ജെർട്രൂഡിന്റെ സ്നേഹം മാത്രം തണലായി കണ്ട് കൊച്ചി തുറമുഖം നിർമ്മാണം പൂർത്തിയാക്കിയത്. വിദേശത്ത് നിന്ന് വരുത്തിയ ഡ്രഡ്ജറിന് പോലും ഇടയ്ക്ക് വെച്ച് തകരാറ് സംഭവിച്ചു. അത് ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ കൊച്ചി തുറമുഖം യാഥാർത്ഥ്യമായി. മക്കളില്ലാത്ത അവർക്ക്, ബ്രിസ്റ്റോയ്ക്കും ജെർട്രൂഡിനും, അവരുടെ കുട്ടിയായിരുന്നു കൊച്ചി തുറമുഖം. ഇത്രയേ ഉള്ളൂ സാറേ, ഒരു അനുഭവകഥയാണ്. താങ്ക് യു. ഓക്കെ. സാർ പറയേ. സാറേ കേൾക്കാവോ? സാറേ കേൾക്കുന്നുണ്ടോ? സാറേ കേൾക്കാം. പറഞ്ഞാ മതിയോ? ഓക്കെ സാറ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കഥ പറയണമെന്ന് പറഞ്ഞു. ഓഫ് ഹാൻഡ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് കഥകളെന്ന് പറഞ്ഞു. കേൾക്കാമോ? കേൾക്കാം സാർ. ഞാന് 2 വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, ആദ്യം ഒരാളുടെ അനുഭവം പറയാം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആള് സമയം ഉണ്ടെങ്കിൽ പറയാം, ഒരു കഥാരൂപത്തിൽ പറയാം. ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ നമുക്ക് ഏവർക്കും പരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹം ചക്രവർത്തി ആയിരുന്ന സന്ദർഭത്തില് ചക്രവർത്തിയുടെ വേഷമൊന്നും ധരിക്കാതെ സാധാരണക്കാരന്റെ വേഷം ധരിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ സഞ്ചരിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ഒരിക്കൽ അദ്ദേഹം ഇതുപോലെ സാധാരണക്കാരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു കടയിൽ കയറി. കടയിൽ ഒരു ഫാൻസി സ്റ്റോർ, അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് കൂട്ടത്തിലുള്ള ഒരു സാധനം വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ സാധനം കയ്യിലെടുത്ത് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. കടക്കാരന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം കടക്കാർ പ്രതീക്ഷിക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം സാധനം വാങ്ങിക്കുക പോവുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു രീതി. കുറച്ച് കൂടുതൽ സമയം നെപ്പോളിയൻ അതിങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ കടക്കാരൻ ചോദിച്ചു, ഹൂ ആർ യു എന്ന് ചോദിച്ചു. അപ്പൊ അതിന് നെപ്പോളിയൻ ഒരു മറുപടി പറഞ്ഞു. വളരെ പ്രസിദ്ധമായ ഒരു മറുപടിയാണ്. ആ മറുപടി ഇതാണ്: ഐ ആം ആൻ ഓർഫൻ ബൈ ബർത്ത്, സോൾജിയർ ബൈ പ്രൊഫഷൻ ആൻഡ് ആൻ എംപറർ ബൈ അച്ചീവ്മെന്റ്. ഐ ആം ആൻ ഓർഫൻ ബൈ ബർത്ത്, ജന്മം കൊണ്ട് ഞാനൊരു അനാഥനാണ്. തൊഴിൽ കൊണ്ട് ഞാനൊരു പട്ടാളക്കാരനാണ്. ആൻഡ് ആൻ എംപറർ ബൈ അച്ചീവ്മെന്റ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഞാനൊരു ചക്രവർത്തി ആയി എന്നുള്ളതാണ്. നെപ്പോളിയന്റെ ബാല്യകാലത്തെ ഒരു അനുഭവം നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നെപ്പോളിയൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഏകദേശം 7 or 8 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത്, ഒരു ദിവസം റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയം റോഡ് സൈഡിൽ ഒരു ആൾക്കൂട്ടത്തെ കണ്ടു. ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിലോട്ട് നെപ്പോളിയൻ പോയി. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ ബാലനായ നെപ്പോളിയൻ ശ്രദ്ധിച്ച് അവിടെ ഒരു കൈനോട്ടക്കാരൻ പലരുടെയും കൈ നോക്കി ഭാവി പ്രവചിക്കുന്നതായിട്ട് നെപ്പോളിയൻ കണ്ടു. നെപ്പോളിയൻ അതെല്ലാം വളരെ ശ്രദ്ധയോടെ കൗതുകത്തോടെ നോക്കി നിന്ന ബാലനായ നെപ്പോളിയൻ, 8 വയസ്സ് എന്തോ അന്ന് പ്രായമുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കൈനോട്ടക്കാരൻ ഒരല്പം ഫ്രീ ആയപ്പോഴത്തേക്ക് നെപ്പോളിയൻ കൈ നീട്ടിയിട്ട് ചോദിച്ചു, ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ രാജാവാകുമോ എന്ന്. കൈനോട്ടക്കാരൻ കയ്യിൽ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞില്ല മോനെ, നീ രാജാവാകില്ല എന്ന്. വീണ്ടും രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ രാജാവാകില്ല? നമ്മളാണെങ്കിൽ ആദ്യത്തെ മറുപടി കിട്ടുമ്പോൾ തന്നെ ആ സ്ഥലത്ത് നിന്ന് നമ്മളെ സ്ഥലം വിടുവാനും. പക്ഷെ നെപ്പോളിയൻ അങ്ങനെയല്ല, ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ രാജാവാകില്ല. കൈനോട്ടക്കാരൻ കൈ നോക്കിയിട്ട് പറഞ്ഞു, രാജാവാകുന്ന ആൾക്കാരുടെ കയ്യിൽ ഒരു പ്രത്യേക രേഖ കടന്നു പോകും, നിന്റെ കയ്യിൽ ആ രേഖ പോകുന്നില്ല, അതുകൊണ്ട് നീ രാജാവാകില്ല എന്ന് പറഞ്ഞു. വീണ്ടും നെപ്പോളിയൻ വിട്ടില്ല. അടുത്ത ചോദ്യം ചോദിച്ചു, എവിടെ കൂടെയാണ് രാജരേഖ കടന്നു പോകുന്നത്? അപ്പൊ കൈനോട്ടക്കാരൻ അവന്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് ഒരു പേന വെച്ച് ആ രാജരേഖ കടന്നു പോകുന്ന സ്ഥലമായിട്ട് അയാൾ ഉദ്ദേശിച്ച സ്ഥലം ഒന്ന് വരച്ചു കൊടുത്തു. നെപ്പോളിയൻ ആ സ്ഥലം നോക്കി, അയാൾ വരച്ചതിന്റെ പുറത്ത് അദ്ദേഹം ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു പേനാക്കത്തി സംഘടിപ്പിച്ചു. ആ കൈനോട്ടക്കാരൻ വരച്ച ആ രാജരേഖ എന്ന് പറഞ്ഞ് വരച്ചതിന്റെ പുറത്തുകൂടെ പേനാക്കത്തി വെച്ച് നീളത്തിലങ്ങ് വരച്ചു. അദ്ദേഹത്തിന്റെ ബാലന്റെ കൈ മുറിഞ്ഞു. കയ്യിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചെന്ന് കൈനോട്ടക്കാരനെ കൈ കാണിച്ചിട്ട് ചോദിച്ചു, ഇനി പറഞ്ഞാൽ രാജാവാകുമോ? നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് രേഖയുണ്ട്. കൈനോട്ടക്കാരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മോനെ, നീ രാജാവല്ല, നീ ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു വലിയ ചക്രവർത്തിയായിട്ട് മാറും. നിന്റെ ഉള്ളിൽ അതിനായിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹം ജ്വലിക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കും. നെപ്പോളിയന്റെ കുട്ടിക്കാലത്തുള്ള ഒരു വലിയ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഭാവിയിൽ ചക്രവർത്തി സ്ഥാനം വരെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു വലിയ നേട്ടം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുട്ടിക്കാലത്താണെങ്കിൽ ഏത് സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. തീരുമാനങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം കൂടെ പങ്കുവയ്ക്കാം. അത് പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ, അദ്ദേഹത്തിന്റെ പേര് ലിയനാർഡോ ഡാ വിഞ്ചി. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ലാസ്റ്റ് സപ്പർ എന്നുള്ള ചിത്രം, അന്ത്യ അത്താഴം. ലിയനാർഡോ ഡാ വിഞ്ചി വളരെ നാളെടുത്താണ് ആ ചിത്രം വരച്ചത്. അദ്ദേഹം ആ ചിത്രം വരയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങി. വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കണ്ട്, ഒരു പഴയ സുഹൃത്തിനെ കണ്ട്. സുഹൃത്തുമായിട്ട് പരിചയം പുതുക്കി. അവര് കുറച്ചു നേരം സംസാരിച്ചു. കുറച്ചു നേരം സംസാരിച്ച് അവരുടെ സംസാരം ക്രമേണ തർക്കമായിട്ട് മാറി. ആ തർക്കം വഴക്കായിട്ട് മാറി. ആ വഴക്ക് അവസാനം വളരെ കോപത്തോടുകൂടി രണ്ടുപേരും വഴക്കിട്ട് ആ സ്ഥലത്തുനിന്ന് പിരിയുന്നൊരവസ്ഥ വരെ എത്തി. അങ്ങനെ കൂട്ടുകാരനോട് വഴക്കിട്ട് പിരിഞ്ഞ് വളരെ ദേഷ്യത്തോടെ ലിയനാർഡോ ഡാ വിഞ്ചി തന്റെ മുറിയിലെത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാനുള്ള ബ്രഷും പെയിന്റും ഒക്കെ കയ്യിലെടുത്ത് അദ്ദേഹം ആ അന്ത്യ അത്താഴത്തിന്റെ ചിത്രീകരണം അല്ലെങ്കിൽ പടം വരയ്ക്കുന്നത് പൂർത്തിയാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അന്ന് കൂട്ടുകാരനുമായിട്ട് വഴക്കിട്ട് വന്ന അന്ന് ബ്രഷ് കയ്യിലെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ബ്രഷ് നിൽക്കുന്നില്ലായിരുന്നു.
കയ്യിൽ നിന്ന് ബ്രഷ് അങ്ങ് തെറിച്ചു പോവുകയാണ്. കൈ കിടന്ന് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു. അദ്ദേഹത്തിന് എത്ര ശ്രമിച്ചിട്ടും അന്ന് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഒരുപാട് സമയം ലിയനാർഡോ ഡാ വിഞ്ചി ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ഇരുന്നു. ഒടുവിൽ അദ്ദേഹം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. വളരെ സമയം പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ടായും. തന്റെ കൂട്ടുകാരനോടുള്ള ദേഷ്യം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് തനിക്ക് തന്റെ ജോലി ചെയ്യാനുള്ള ശ്രദ്ധ കിട്ടാത്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം മുറിക്ക് പുറത്തിറങ്ങി. ആ കൂട്ടുകാരനെ പോയി കണ്ടുപിടിച്ചു. അങ്ങോട്ട് പോയി ക്ഷമ ചോദിച്ചു. അവര് പരസ്പരം രമ്യതപ്പെട്ടു. അതിനുശേഷമാണ് തിരിച്ചു വന്ന് മുറിയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആ പടത്തിന്റെ ചിത്രത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. നമ്മുടെ ഉള്ളില് കോപം ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് നന്നായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണിത്. നമുക്കറിയാം, ക്ഷമിക്കാത്ത മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകും. അസ്വസ്ഥമാകുമ്പോൾ ക്രമേണ അത് ശരീരത്തിൽ രോഗമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളില് മനസ്സിലുള്ള അസ്വസ്ഥതകള് മാറ്റേണ്ടത്, ക്ഷമിക്കാത്തൊരു മനസ്സുമായിട്ട് നമ്മൾ ഒരിക്കലും നടക്കാനായിട്ട് പാടില്ല. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു അനുഭവമാണ് ഈ ലിയനാർഡോ ഡാ വിഞ്ചിയുടെ അനുഭവം. ഈ 2 സംഭവങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും കഥ പറയാനുണ്ടോ? ആർക്കെങ്കിലും ചെറിയ കഥ? നമ്മുടെ കഥ പറച്ചിലിന്റെ 100ാമത്തെ ദിവസമാണ്. ഒരു ചെറിയ ഇംഗ്ലീഷ് കഥ പറയാമോ സാർ? തീർച്ചയായും. പെട്ടെന്ന് നിങ്ങൾ എല്ലാരും പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പുസ്തകം പരതിയതാണ്, പഠിച്ച ഒരു പുസ്തകം. ഓക്കെ. ലിറ്റിൽ ഗേൾസ് വൈസർ ദാൻ മെൻ, ലിയോ ടോൾസ്റ്റോയ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ പഴയ കഥയാണ്. ചെറുതാകേണ്ടത് കൊണ്ട് ഞാൻ അതങ്ങ് പറയുക. ഇറ്റ് വാസ് ആൻ ഏർലി ഈസ്റ്റർ. സ്ലെഡിംഗ് വാസ് only just over. Snow still lay in the yards, and water ran in streams down the village street. 2 little girls from different houses happened to meet in a lane between 2 homesteads, where the dirty water, after running through the farmyards, had formed a large puddle. One girl was very small, the other a little bigger. Their mothers had dressed them both in new frocks. The little one wore a blue frock, the other a yellow print, and both had red kerchiefs on their heads. They had just come from church when they met, and first they showed each other their finery, and then they began to play. Soon the fancy took them to splash about in the water, and the smaller one was going to step into the puddle, shoes and all, when the elder checked her. "Don't go in so, Malasha," said she. "Your mother will scold you. I will take off my shoes and stockings, and you take off yours." They did so, and then picking up their skirts, began walking towards each other through the pudding. The water came up to Malasha's ankles, and she said, "It is deep, Agulya, I am afraid." "Come on," replied the other. "Don't be frightened. It won't get any deeper." When they got near one another, Agulya said, "Mind, Malasha, don't splash. Walk carefully." She had hardly said this when Malasha plumped down her foot so that the water splashed right onto Agulya's frock. The frock was splashed, and so were Agulya's eyes and nose. When she saw the stains on her frock, she was angry and ran after Malasha to strike her. Malasha was frightened, and seeing that she had got herself into trouble, she scrambled out of the puddle and prepared to run home. Just then Agulya's mother happened
to be passing, and seeing that her daughter's skirt was splashed and her sleeves dirty, she said, "You naughty, dirty girl, what have you been doing?" "Malasha did it on purpose," replied the girl. At this, Agulya's mother seized Malasha and struck her on the back of her neck. Malasha began to howl so that she could be heard all down the street. Her mother came out. "What are you beating my girl for?" said she, and began scolding her neighbor. One word led to another, and they had an angry quarrel. The men came out, and a crowd collected in the street, everyone shouting and no one listening. They all went on quarreling till one gave another a push, and the affair had very nearly come to blows. When Agulya's old grandmother, stepping in among them, tried to calm them. "What are you thinking of, friends? Is it right to behave so on a day like this too? It is a time for rejoicing and not for such folly as this." They would not listen to the old woman and nearly knocked her off her feet. And she would not have been able to quieten the crowd if it had not been for Agulya and Malasha themselves. While the women were abusing each other, Agulya had wiped the mud off her frock and gone back to the puddle. She took a stone and began scraping away the earth in front of the puddle to make a channel through which the water could run into the street. Presently, Malasha joined her and with a chip of wood helped her dig the channel. Just as the men were beginning to fight, the water from the little girl's channel ran streaming into the street towards the very place where the old woman was trying to pacify the men. The girls followed it, one running each side of the little stream. "Catch it, Malasha, catch it," shouted Agulya, while Malasha could not speak for laughing. Highly delighted and watching the chip float along on their stream, the little girls ran straight into the group of men, and the old woman, seeing them, said to the men, "Are you not ashamed of yourselves to go fighting on account of these disease when they themselves have forgotten all about it and are playing happily together? Dear little souls, they are wiser than you." The men looked at the little girls and were ashamed, and laughing at themselves went back each to his own home. Thank you, sir. Thank you, ma'am. Thank you. ഇനി രാജ് സാർ ഉണ്ടോ? രാജ് സാറിന്റെ കഥയുണ്ടോ? സാറേ, സാബു സാറേ, കേൾക്കാമോ? ഇവിടെ ഇരുന്നാ കേൾക്കുന്നുണ്ടോ? രാജ് സാർ പറയുന്നത് ഒരു സെക്കൻഡ് രാജ് സാർ പറയുന്നുണ്ടോ? നിങ്ങളെ കുറിച്ചുള്ള ആസ്വാദനമില്ല. നിങ്ങളെ കുറിച്ചുള്ള ആസ്വാദനം പറയാം തിരിച്ചു വരാം. രമാവതി മാം പറയും. കഥ പറയാനുള്ളത് പറഞ്ഞോട്ടെ സാർ. സാറേ, ചെറിയ ഇപ്പൊ പണ്ട് എവിടെയാ ക്ലാസ്സിലുള്ള ചെറുങ്ങനെ ഞാനിപ്പോ എഴുതിയത് അംഗീകാരം. കഥയുടെ പേര് ഞാൻ ഇട്ടത് അംഗീകാരം. ഇപ്പൊ ജോണി 3 മക്കളുടെ റോൾ മോഡൽ അച്ഛനാണ്. കൂട്ടുകാരൻ അരുൺ ഗൾഫിൽ നിന്നും വന്നു എന്നറിഞ്ഞിട്ട് കുറെ ദിവസമായി. അവരും കുടുംബവും ഇന്ന് എന്നെ കാണാൻ വരുന്നുണ്ട്. മക്കളോട് ഈ കാര്യം ഷെയർ ചെയ്തു. എല്ലാവർക്കും നല്ല സന്തോഷം. മക്കളെ, അവൻ നല്ല തമാശക്കാരനാണ്, അവനോട് നന്നായി സംസാരിക്കണം. ജോണിയുടെ 3 പെൺകുട്ടികളും നല്ല അനുസരണയുള്ള കുട്ടികളാണ്. ഗേറ്റിന്റെ ഞരക്കം കേട്ടപ്പോൾ അരുൺ വന്നെന്ന് മനസ്സിലായി. ജോണി
ഓടി കളത്തിലിറങ്ങി അവനെ കെട്ടിപ്പിടിച്ചു. എടാ, എത്ര കാലമായിടാ നിന്നെ കണ്ടിട്ട്. എല്ലാവർക്കും നല്ല സന്തോഷം. എല്ലാവരും കൂടി അടുത്തുള്ള സ്ഥലങ്ങളിൽ ചെറിയ യാത്രകൾ ചെയ്തു. അത്താഴത്തിന് ശേഷമാകാം പരിചയപ്പെടൽ. അതിഥികൾ ആദ്യം പരിചയപ്പെടുത്തി. എന്നെ അറിയാമല്ലോ, പല പ്രാവശ്യം എന്നെ പറ്റി ജോണി പറഞ്ഞിരിക്കുമല്ലോ. ഇതെന്റെ ഭാര്യ, അവളൊരു ഉദ്യോഗസ്ഥയാണ്. മക്കൾ, ഒരുത്തി 10ാം ക്ലാസ്സിലാണ്, ഒരുത്തി 8ാം ക്ലാസ്സിൽ. നന്നായി പഠിക്കും. ഈ സമയത്ത് ജോണി സ്വയം പരിചയപ്പെടുത്തി. ഭാര്യയെ പരിചയപ്പെടുത്തി ശേഷം ഭാര്യ ജോലിയൊന്നുമില്ല. അപ്പോൾ അരുണിന്റെ ഭാര്യയുടെ കമന്റ്, ജോലിയൊന്നുമില്ല, വീട്ടിലൊക്കെ ജോലി ആരാ ചെയ്യാ ജോണി? എല്ലാരും കൂട്ടത്തോടെ ചിരിച്ചു. ഇതെന്റെ മൂത്ത മകൾ, അവൾ നന്നായി പഠിക്കും. കൂടാതെ എൻ്റെ ഭാര്യയെ, അവളുടെ അമ്മയെ ജോലി ചെയ്യാൻ മുഴുവൻ സഹായിക്കും. അതുപോലെ ഇതെന്റെ 3ാമത്തെ മകൾ, അവളാകട്ടെ എല്ലാ കാര്യത്തിലും മിടുക്കിയാണ്, കണക്കിലാണ് താല്പര്യം. ഈ സമയത്ത് പൊടുന്നനെ ആർക്കും തോന്നാത്ത രീതിയിൽ 2ാമത്തെ മകൾ എഴുന്നേറ്റ് ജോണിയുടെ മുടി പിടിച്ച് വലിച്ച് ജോണിയുടെ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിച്ച് ഓടി അകത്ത് ഒരു മുറിന്റെ മൂലക്കിരുന്നു പൊട്ടിക്കരയാൻ തുടങ്ങി. ആർക്കും ഒന്നും മനസ്സിലായില്ല. ജോണിയും ഭാര്യയും അടുത്ത് ചെന്ന്, മോളെ നിനക്ക് എന്താ പറ്റിയേ? നിന്നെ ആരെന്നും ചെയ്തില്ലല്ലോ, നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അച്ഛാ, മൂത്ത ചേച്ചി കഴിഞ്ഞ പിന്നെ ഞാനല്ലേ, പിന്നെ എന്താ 3ാമത്തെ അനുജത്തി? മോളെ, ഞാൻ വിചാരിച്ചു നീ ഒരുപാട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, NCCയിൽ മിടുക്കിയാണ്, എല്ലാ കാര്യത്തിനും മിടുക്കിയായി നിന്നെ ഞാൻ അവസാനം പരിചയപ്പെടുത്തി ഒന്ന് അഹങ്കരിക്കാമെന്ന് വിചാരിച്ചു പോയി മോളെ. കുട്ടി പതുക്കെ എഴുന്നേറ്റ് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അതോടൊന്നിച്ച് കുട്ടിയുടെ തേങ്ങലും ഉണ്ടായിരുന്നു. ഇത്രയുള്ളൂ എന്റെ കഥ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഇനി ആരും പറയാനില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സാർ, ജോർജ് സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോർജ് സാർ തുടങ്ങാം. സാർ ഒന്ന് തുടങ്ങി. എല്ലാ കഥകളിലും ഓർക്കുന്നുണ്ട്. എന്നോടാണോ പറഞ്ഞത്? രാജ് സാർ. കഥയുടെ 100ാം ദിനത്തിൽ ഒരുപിടി കഥകളാണ് കഴിഞ്ഞത്. സന്തോഷം. എല്ലാം നല്ല കഥകളായിരുന്നു. എല്ലാം ഓർത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ട 2 കഥകള്. അത് സ്നേഹലത മാഡം പറഞ്ഞതായിട്ടുള്ള കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള കഥ വളരെ അറിവ് നന്നായിരുന്നു. തുറമുഖം ഉണ്ടാക്കിയത് ബ്രിസ്റ്റോ എന്ന് പറയുന്ന എഞ്ചിനീയർ ആണെന്നും അറിയപ്പെടുന്നത് വെല്ലിംഗ്ടൺ, അന്നത്തെ അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആയിരുന്നെങ്കിൽ വെല്ലിംഗ്ടന്റെ പേരിലാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. 1925 ലൈഫ് സ്റ്റോറി. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ പൂർത്തിയാക്കിയത് 1925 കാര്യം ഓർമ്മയാണ്. ഇക്കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നതായിട്ടുള്ള ഒരു നല്ല കഥയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാജൻ സാർ പറഞ്ഞ കഥ, 2 പ്രമുഖ വ്യക്തികൾ, അതായത് മഹാന്മാരായ 2 വ്യക്തികളുടെ കഥയായിരുന്നു. ഒന്ന് നെപ്പോളിയൻ നിശ്ചയദാർഢ്യം, മനസ്സിന്റെ കടുപ്പം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓർഫനായിട്ട് ജനിച്ച അദ്ദേഹം സോൾജറായി അതിനുശേഷം ചക്രവർത്തിയായി മാറിയ ആ വലിയ കഥ. മനസ്സിന് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ എന്തുമാകാമെന്നുള്ള വലിയ ഉദാഹരണം. അതുപോലെ തന്നെ ലിയോണാർഡോ ഡാ വിഞ്ചി കഥ പറയുന്നുണ്ട്. അവിടെ മനസ്സ് ഇളകി പോകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തികൾക്കും മനസ്സും ശരീരവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ, മനസ്സിന് സ്വസ്ഥതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. സത്യം അവിടെ കാണിച്ചു. പിന്നെ സാർ പറഞ്ഞ ചെറിയ കഥ വളരെ നല്ല സ്വസ്ഥപരമായിട്ടുള്ള വിൻഡോസിന്റെയും നോട്ട്സിന്റെയും ഒക്കെയും വളരെ രസകരമായിട്ട് തോന്നി. ജോഷി സാറാണ് ആദ്യം പറഞ്ഞത്. അമ്പലപ്പുഴയ്ക്കും
തകഴിക്കിടയ്ക്കുള്ളതായ സ്ഥലം, ആ സ്ഥലത്തെ ഒരു കഥാകാരനാണ് എഴുതിയത്. സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. അത് വളരെ നല്ല കഥയായിരുന്നു. വളരെ എന്താ പറയുക, സൃഷ്ടിയായിട്ടൊരു കഥയായിട്ട് വളരെ നന്നായി അത് സാറ് അവതരിപ്പിച്ചു. ആ കഥ അന്നത്തെ 100-ാം വർഷം തുടങ്ങിയത് വളരെ ഉചിതമായി. ഒന്നാമത്തെ ദിവസം തുടങ്ങിയത് വർഷമല്ല, 100-ാം ദിനം. അതായത് ആഴ്ചയിൽ ഒന്നാകുമ്പോഴത്തേക്ക് 100 ദിനമാകുമ്പോഴത്തേക്ക് 100 ആഴ്ചയായി. 100 ആഴ്ച തന്നെ 2 വർഷം പൂർത്തിയായി. 2 വർഷത്തിൽ കൂടുതലായി. അപ്പം അതുകൊണ്ട് രണ്ടാം വാർഷികത്തിൽ 2 വർഷത്തിൻ്റെതായ ദിവസം സാറ് എന്നെ കഥ പറയാൻ സാധിച്ചു. കൃത്യമായി സാറിന് അഭിനന്ദനം. അതുപോലെ പിന്നീട് നമ്മുടെ മനോജ് സാർ പറഞ്ഞതായിട്ടുള്ള കഥ, നാളെ പിറന്നാളെന്ന് പറയുന്ന ഇന്ത്യയുടെ കഥ ഇപ്പോഴും ആത്മാനുഷ്ഠാനങ്ങളാണ്. സ്വന്തം കഥകളായിട്ട് അദ്ദേഹത്തിന് സ്വന്തം അനുഭവങ്ങളാണ് പലപ്പോഴും ഭംഗിയായ കഥ അത് മനോജ് സാർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എല്ലാവരുടെയും കഥകൾ വളരെയധികം ആകർഷകവും വളരെയധികം സ്പർശിയുമായിരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. താങ്ക് യു രാജ് സാർ. തീർച്ചയായിട്ടും ചില കഥകൾ അറിവുകളാണ്, ചില കഥകൾ തിരിച്ചറിവുകളാണ്, ചില കഥകൾ ഓർമ്മകളാണ്, ചിലതൊക്കെ തേങ്ങലുകളായി വരും. കഥകളിലൂടെ തീർച്ചയായിട്ടും മനോഹരമായ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ കഥകളുടെയും പ്രത്യേകത. ഓക്കെ, ഇനി ജോഷ് സാർ പറയും. ജോഷ് സാർ അൺമ്യൂട്ട് ചെയ്തു. ആരെങ്കിലും വേറെ ആദ്യം പറയുന്നുണ്ടോ? ഇല്ല സാർ, പറഞ്ഞു. ഇനിയിപ്പം അവസാനം വരുന്നവർ പറഞ്ഞു. പറഞ്ഞു. ഓക്കെ, എന്തായാലും എല്ലാത്തിനൂടെ കൂടി ഒരു പൊതുവായ അഭിപ്രായം ആദ്യം പറയാം. 2 സെന്റൻസ്. അതിസമ്പന്നമായിരുന്നു ഇന്നത്തെ ദിവസം. ഞാൻ ഒരാളായി മാത്രം ഒരു കഥ പറഞ്ഞു പോയിരുന്നെങ്കിൽ എത്രയോ ശുഷ്കമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ നേരത്തെ മനസ്സിലാക്കിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏതായാലും ഒറ്റയ്ക്ക് കഥ പറയുന്നില്ല എന്ന് ഞാൻ സാറ് ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞാനത് പറഞ്ഞിരുന്നു മനസ്സിൽ. കാരണം പലര് പറയുമ്പോൾ ഓരോരുത്തരുടെ ആംഗിൾ വ്യത്യാസം. അതിന്റെ ഏറ്റവും നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം പോലെ ഇന്നത്തെ ദിനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഈ ഏറ്റവും സവിശേഷമായ സംഗതി. അതിൻ്റെ അകത്ത് എത്രയോ വ്യത്യസ്തതകളാണ് നമ്മൾ കണ്ടത്. എനിക്കിതിന്റെ ഇടയ്ക്ക് ഒരു കോള് വന്നതുകൊണ്ട് സോറി. സ്നേഹലതാ മാവിന്റെ കഥ മാത്രമാണ് കേൾക്കാൻ പറ്റാത്ത ഒന്ന്, ബാക്കിയെല്ലാം ഞാൻ കേട്ടു. വളരെ വ്യത്യസ്തതകൾ. ഏറ്റവും അവസാനം നിമിഷം കൊണ്ട് എഴുതിയ സ്വന്തം കഥ വരെ വന്നു നിന്നതാണ്. അതുകൊണ്ട് എല്ലാ കഥ പറഞ്ഞവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ധാരാളം പേരുള്ളത് കൊണ്ടും കുറച്ചു നേരം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യത്തെ കഥ എൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞ കഥ എൻ്റെ കഥയിലെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഒരു പഴയകാല മനുഷ്യന്റെയും പുതിയ തലമുറയും, ഗ്രാമത്തിൽ നിന്ന് വന്നവൻ പട്ടണത്തിൽ ജീവിക്കുന്നവൻ, ചില സങ്കല്പങ്ങളിലൊക്കെയുള്ള വ്യത്യാസം, പിള്ളേരൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിച്ചും പോകാം. എൻ്റെ വളരെ സരളവും വളരെ സാധാരണവുമായ ഒരു കഥയായിരുന്നു. രണ്ടാമത്തെ കഥ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ പറഞ്ഞതെന്ന് പറയുമ്പോൾ തികച്ചും നല്ലൊരു തറവാടുമായി ബന്ധപ്പെട്ട പഴയകാല ഒരു തറവാടിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് അതിന് മുമ്പേ കഴിഞ്ഞ ദിവസം മനോജ് സാർ പറഞ്ഞ ഒരു സിനിമയ്ക്കുള്ളതുകൊണ്ട് ഒരുപാട് സെഗ്മെന്റുകൾ അതിൻ്റെ അകത്തുണ്ട്. ആ കൊച്ചനുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, കുട്ടികളുടെ ചിന്തകൾ, കുട്ടികൾ മുതിർന്നവരെ കുറിച്ച് ചിന്തിക്കുന്നത്, പഴയ കാലത്ത് ആഢ്യത്വമുള്ള ചില തറവാടുകളിൽ പുരുഷ മേധാവിത്വം, സ്ത്രീകൾ അതിനെ സഹിക്കുന്നത്, ഇങ്ങനെയുള്ള സംഗതികൾ, കുട്ടികളുടെ ഭക്ഷണത്തോടുള്ള കൊതി, ആർത്തി, ജാതി മേൽക്കോയ്മ, മാനേജറുടെ വീട്ടിൽ ഉണ്ണാൻ പോകും, അല്ലാത്തവൻ്റെത് പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കഥകളായിരുന്നു. അതിൻ്റെ അകത്ത് സുന്ദരമായിരുന്നു. നല്ലൊരു സിനിമയാണെങ്കിൽ ഏറെ കയ്യടി കിട്ടാനായിട്ടുള്ള സാധ്യതയും വിജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു.
മൂന്നാമത്തെ കഥ സാബു സാറിന്റെ വാക്കുകളുടെ പ്രച്ഛന്ന വേഷം. മുൻകാലത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന വാക്കുകൾ, ആ വേർഡിന്റെ മീനിങ് എത്രയോ മാറിപ്പോയിരിക്കും. ഇന്നൊക്കെ ഉണ്ട് ഒത്തിരി വാക്കുകൾ നമ്മൾ പുതുതായി തന്നെ കേൾക്കുന്നുണ്ട്. അതൊക്കെ എന്നതാണെന്ന് തന്നെ പല ആളുകൾക്ക് മനസ്സിലാകില്ല. നല്ല ചെത്തായ ആള്, നല്ല ചെത്തച്ഛൻ. അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോൾ ചെത്തച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ചെത്തുകാരനായിരുന്ന ആളാണ്. ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഒരുപാട് വാക്കുകളുണ്ട്, ഒത്തിരി. സാറ് ഇംഗ്ലീഷിലുള്ള പല വാക്കുകൾ പറഞ്ഞു. ഞാൻ ഒരു വാക്ക് മാത്രമേ എൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കണം. എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറെ കഥകളുണ്ട്. ഒരെണ്ണം മാത്രം. എത്രമാത്രം ഊഷയായി പോയ ഒരു സംഗതി. നമ്മളെ ഡ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാണം മാറ്റാൻ വേണ്ടി വസ്ത്രം ധരിക്കുക എന്നാണ് അർത്ഥം. കുറെ കൂടെ മൂടി പൊതിയുക. എന്നാൽ ഈ കോഴിക്കടയിൽ ചെന്നിട്ട് നമ്മളെ പറയുകയാണ് കോഴിയെ ഡ്രസ്സ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ ഉള്ളതോടെ ഉരുക്കി കളഞ്ഞിട്ട് തരുന്നതിനെയാണ്. അപ്പൊ ഇന്നത്തെ പല ആളുകളും ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറയരുത്. അവരെ ഡ്രസ്സ് ചെയ്താണ് ഇറങ്ങുന്നതെന്ന് നമ്മൾ കരുതിക്കണം. ഓക്കെ, അടുത്ത കഥയിലേക്ക് വരുമ്പോൾ അവിടെയായിരുന്നു സ്നേഹലതാമ്മ പറഞ്ഞത് അല്ലേ? ഓക്കെ, അത് ഞാൻ കേട്ടില്ല. സാജൻ സാറ് പറഞ്ഞത് രണ്ട് വിദേശ കഥകളും ഒരുപാട് സാരോപദേശമുള്ള രണ്ട് കഥകളായിരുന്നു. ടോൾസ്റ്റോയുടെ എല്ലാം, നെപ്പോളിയന്റെയും പിന്നെ ലിയോണാർഡോ ഡാവിഞ്ചിയുടെയും ആയിട്ടുള്ള കഥകൾ വളരെ വളരെ സുന്ദരമായിരുന്നു, ഹ്രസ്വമായിരുന്നു. ഓക്കെ, അടുത്തതിലേക്ക് വരുമ്പോൾ പിന്നെ ടോൾസ്റ്റോയുടെ ലിറ്റിൽ ഗേൾസ് വളരെ നല്ല ഒരു കഥയായിട്ട് നമ്മുടെ ഉഷ ടീച്ചർ അവതരിപ്പിച്ചു. അവസാനം രമാവതി മാവിന്റെ കഥ, രാജു സാറിന്റെ നല്ല പിന്നെ അഭിപ്രായ പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഇന്നത്തെ ദിനം ഏറെ അനുഗ്രഹപ്രദമാണ്. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. വേറെ ഇനി ആർക്കാ പറയാൻ പറ്റുന്നത്? ജസ്റ്റ് ഒരു ആശംസയൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാൻ, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ 100 ദിവസം ഏകദേശം 2 വർഷത്തോളമായി. ഒത്തിരി കഥകളുടെ എണ്ണം നോക്കുമ്പോൾ ഒത്തിരി കഥകളുണ്ട്. കാരണം ഒരു ദിവസം പല തരത്തിലുള്ള കഥകളും ഇതുപോലെ തന്നെ നമ്മൾ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതൊരു വലിയൊരു എന്താ പറയുന്നത്, ഒരു അറിവിൻ്റെ ഭാഗമായി നമുക്ക് നോക്കാം. ഒത്തിരി പ്രത്യേകിച്ച് സാജൻ സാറൊക്കെ പറയുന്ന പോലെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന, തലവര ഉണ്ടാക്കാൻ വേണ്ടി കത്തി കൊണ്ട് വരച്ച് തലവര ഉണ്ടാക്കുന്ന പ്രഗത്ഭന്മാർ അല്ലേ? ലോകത്തിപ്പോഴും ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്ന വ്യക്തികൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ, കുട്ടികളെ മാത്രമല്ല എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാൻ മനോഹരം. അപ്പോൾ കഥകളുടെ പവർ അതാണ്. അത് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ശൈലി, അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒത്തിരി വ്യത്യാസപ്പെട്ടു. നമ്മളൊക്കെ കഥ പറയാൻ പഠിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. നല്ല നല്ല കഥകൾ സ്വല്പം കൂടെ നമ്മളുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കൃത്യമായിട്ട് ചേർത്ത് കഥാകാരൻ ഒരുപക്ഷെ മനസ്സിൽ ഉൾക്കൊള്ളുന്നതിനേക്കാളും ഭംഗിയായിട്ട് ജോഷി സാറൊക്കെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും അതൊരു വലിയൊരു കഴിവാണ്. ആ കഴിവിനൊരു വലിയ ഒരു അംഗീകാരമാണ്. സത്യത്തിൽ നമ്മൾ അതിനുവേണ്ടി ഒരു നല്ലൊരു ശ്രമം നടത്തിയാൽ എല്ലാവരും കഥകൾ റെഡിയാക്കി വെക്കുക, എന്നിട്ട് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഫ്രീ ആകുമ്പോഴൊക്കെ നമുക്ക് കഥകൾ പറയാം. ചെറിയ കഥകൾ ഇഷ്ടംപോലെ നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ കിട്ടും, അല്ലെങ്കിൽ നെറ്റിലൊക്കെ പരിശോധിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ ബുക്ക് റിവ്യൂകളിലൂടെയൊക്കെ നമുക്ക് കേൾക്കാം. ആ കഥകളുടെയൊക്കെ ചെറിയ സാരങ്ങളെ നമുക്കിതുപോലെ മനോഹരമായ കഥകളാക്കി മാറ്റാം. നമുക്കും പിൽക്കാലത്ത് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് നൽകാൻ പറ്റുന്നവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാം. എനിവേ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് 101ാമത്തെ കഥയുടെ ദിവസത്തിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് എനിക്ക് ജോഷി സാറിനോട് പ്രത്യേകമുണ്ട്. കാരണം ജോഷി സാറിൻ്റെ ഒരു ഐഡിയ ആണ് കഥ നമുക്ക് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മളൊക്കെ കഥ പറഞ്ഞു മാറി എന്നുള്ളതാണ്. കഥ പറഞ്ഞ കഥയുടെ ഭാവപകർച്ചകളൊക്കെ എക്സ്പ്രസ് ചെയ്യാവുന്ന രീതിക്ക് അല്ലേ ജോഷി സാറേ? തീർച്ചയായിട്ടും.
ഇന്ന് എനിക്ക് ജോഷ് സാറിന്റെ കഥ കേൾക്കാൻ പറ്റാൻ എനിക്ക് സങ്കടം തോന്നി. റെക്കോർഡിംഗിൽ കേട്ടോളൂ. ആ കേൾക്കാം. പക്ഷെ മറ്റേ കഥ ഉണ്ടല്ലോ സാറേ, MTന്റേത്, അതൊരു സംഭവമാണ്. പണ്ടത്തെ കാലത്തുള്ള ഈ മാമന്മാരുണ്ടല്ലോ, അവരുടെ അടിയും അവരുടെ അധികാരം, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത് കണക്കായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നത്, ഒന്നിനും താല്പര്യം കാണിക്കൂല മറ്റുള്ളവരോടോ. അത് കേട്ടിരുന്നു പോയി. അതാണ് അധികാരത്തിന്റെ ഹുങ്ക് അല്ലെ, അധികാരത്തിന്റെ പിന്നെ ശക്തി. തീർച്ചയായിട്ടും. സോ ഓമന ടീച്ചറിന്റെ ഇംഗ്ലീഷ് കഥയും തീർച്ചയായിട്ടും ഇംഗ്ലീഷ് കഥകളും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നാളെ മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. സി യു. Thank you, sir. See you.